ഇന്ന് പല സ്ത്രീകളും അവരുടെ ബെഡ്റൂമിൽ അവർ അഭിനയിക്കുകയാണ്. ഓർഗാസം അല്ലെങ്കിൽ ലൈംഗിക ആസ്വാദനം എന്നുള്ളത് അവരുടെ ഭർത്താക്കന്മാരുടെ മുമ്പിൽ അഭിനയിക്കുകയാണ്. അവർക്കൊരു ആസ്വാദനം ഇല്ലെങ്കിൽ പോലും ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ, എൻ്റെ ഭർത്താവിന് ഇനിയൊരു പ്രശ്നം വേണ്ട എന്ന് കരുതിയിട്ട് അവർക്ക് അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പോലും അവർ അതിന് വേണ്ടിയിട്ട് നിന്ന് കൊടുക്കുന്ന അവസ്ഥയാണ് പല ബെഡ്റൂമിലും സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഭർത്താക്കന്മാരാണെങ്കിലോ നമ്മുടെ ഒപ്പിയിൽ വന്നിട്ട് നമ്മുടെ അടുത്ത് പറയുന്നത്, ഡോക്ടറെ, ഇവൾക്കിപ്പോൾ പണ്ടത്തെ താല്പര്യം കാര്യങ്ങളൊന്നുമില്ല, ഇവളെ എന്തോ ഒരു കടമ തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയാറുണ്ട്. എനിക്ക് നിങ്ങളെ സ്ത്രീകളുടെ അടുത്ത് പറയാനുള്ളത്, എത്ര കാലം നിങ്ങൾ ഈ കടമ തീർക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഇത് കൊണ്ടുപോകും? നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് ഈ ഒരു ലൈംഗിക ശേഷി ഉള്ള കാലം വരെ അവരതിന് വേണ്ടിയിട്ടുള്ള തുടക്കമൊക്കെ എടുക്കുന്നത് വരെ ഇങ്ങനെ കൊണ്ടുപോകും. അവർക്കും ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ദാമ്പത്യത്തിൽ നിന്ന് ഈ ലൈംഗികത അല്ലെങ്കിൽ ഒരു സെക്സ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾ പാടെ അങ്ങോട്ട് എടുത്തു കളയും അല്ലേ? ഇതല്ലേ സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങളുടെ ദാമ്പത്യത്തിൽ ഉടനീളം നിങ്ങളുടെ സ്നേഹബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും നിങ്ങൾക്കിടയിൽ വേണ്ട ഒരു സംഭവമാണ് ഈ സെക്സ് അല്ലെങ്കിൽ ലൈംഗികത എന്ന് പറയുന്നത്. അതിന് വെറും നിങ്ങൾക്കൊരു ആസ്വാദനം അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമല്ല, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഒരു ബന്ധം നിലനിർത്താനും കൂടെ അത് അത്യാവശ്യമാണ്. അപ്പം ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ, താല്പര്യക്കുറവ്, ലൈംഗികതയിലുള്ള താല്പര്യക്കുറവ് അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ. അത് 100% നിങ്ങൾക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന കാര്യമേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ നാണം കാരണം അല്ലെങ്കിൽ ഒരാളോട് പറയാനുള്ള മടി കാരണം, അയ്യേ ഇതിനൊക്കെ എങ്ങനെയാണ് ഡോക്ടറെ കാണിക്കുക എന്നുള്ളൊരു മടി കാരണം നിങ്ങളത് ഉള്ളിൽ അങ്ങ് കൊണ്ട നടക്കും. പക്ഷെ കറക്റ്റായിട്ടുള്ള സമയത്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക, അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ള കണ്ടെത്തുക, അല്ലെങ്കിൽ കൗൺസിലിംഗ്, നിങ്ങൾക്ക് ലൈംഗികപരമായിട്ടുള്ള അറിവ് കുറവിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ കൗൺസിലിംഗ് പോലെയുള്ള തെറാപ്പികൾ എടുത്താൽ നിങ്ങൾക്ക് 100% മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രശ്നം മാത്രമാണ് നിങ്ങളുടെ ഈ ഒരു ലൈംഗിക താല്പര്യക്കുറവ് എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പോകുന്നത് എന്താണ് ലൈംഗിക താല്പര്യക്കുറവിന് സ്ത്രീകളിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഡോക്ടർ നിതാഷ മുഹമ്മദ്, ഡോക്ടർ ബാസിൽ ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മലപ്പുറം ജില്ല, പാണ്ടിക്കാട്, കോഴിക്കോട് നടക്കാം. ഇനി ഈ സ്ത്രീ വേണ്ട അല്ലെങ്കിൽ ലൈംഗികതയിൽ താല്പര്യക്കുറവ് ഉണ്ട് എന്ന് പറയുന്നതിന് കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. ആ കാരണങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത്, ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വേണ്ട വിധത്തിലുള്ള ഒരു ആത്മബന്ധം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു ആത്മബന്ധം ഇല്ലാത്ത സ്ഥലത്ത് നമ്മുടെ മൈൻഡ് തമ്മിൽ കണക്റ്റഡ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ശരീരം തമ്മിൽ കണക്റ്റഡ് ആവില്ല. രണ്ടാമത്തെ റീസണാണ് അവർക്ക് വേണ്ട വിധത്തിലുള്ള റെസ്റ്റ് കിട്ടാതെ വരുന്നത്. അമിതമായിട്ടുള്ള ക്ഷീണം. വീട്ടിൽ മിക്ക ജോലികളും ചെയ്യുന്ന സ്ത്രീകൾ തന്നെ ആയിരിക്കും. വീട്ടുജോലികൾ, കുട്ടികളുടെ കാര്യങ്ങൾ, വീട്ടിലിനി വേറെ പേരൻസുകൾ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ, നിങ്ങൾ ഭർത്താക്കന്മാരുടെ കാര്യങ്ങൾ, അതുപോലെ തന്നെ കുക്കിംഗ്, ഇനിയിപ്പോൾ നാളെ എന്തുണ്ടാക്കും, നാളെ എന്ത് കറി വയ്ക്കും, എന്ത് ചോറിന് എന്തുണ്ടാക്കും എന്നുള്ളതൊക്കെ ചിന്തിക്കുന്നത് അവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാവും. അപ്പോൾ ഉറക്കമില്ല അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ റെസ്റ്റ് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു കാരണമാണ്. പിന്നെ അടുത്ത കാരണമാണ് അവർക്ക് മാനസികപരമായിട്ടുള്ള എന്തെങ്കിലും പിരിമുറുക്കങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഡിപ്രഷന് എന്നീ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തുള്ള പ്രശ്നങ്ങൾ നന്നായിട്ട് കാണാറുണ്ട്. പിന്നെ മറ്റൊരു കാരണമാണ് അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും ഹോർമോണുകളുടെ തകരാറുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോണുകളുടെ തകരാറ് കാരണമുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, അതിൽ വരുന്നതാണ് ഷുഗർ, തൈറോയിഡ് പോലുള്ള അസുഖങ്ങൾ. പിന്നെ വരുന്നതാണ് PCOD. പിന്നെ അതുപോലെ തന്നെ ഈ ഹോർമോൺസിൻ്റെ പ്രശ്നങ്ങൾ വരുന്ന ഒരു സമയമാണ് അവർക്ക് ഈ വയറ്റിലുണ്ടായ സമയം തൊട്ട് പ്രസവം കഴിഞ്ഞ സമയം, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ നമ്മൾ പറയും. പ്രസവം കഴിഞ്ഞ മിക്ക സ്ത്രീകളിലും ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷനിലൂടെ പോകുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ മുലയൂട്ടുന്ന സമയത്ത്, ആ സമയത്തും തന്നെ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കുക, ഉറക്കില്ലാത്ത രാത്രികൾ, ആ സമയത്തൊക്കെ അവർ ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. ആ സമയത്ത് അവർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കാണാനുള്ള ചാൻസസ് നന്നായിട്ടുണ്ട്. പിന്നുള്ളതാണ് ആർത്തവവിരാമം അടുക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ ആർത്തവവിരാമം നടന്നു കഴിഞ്ഞാൽ ഈ സമയത്ത് അവരുടെ ശരീരത്തിൽ നിന്നുള്ള ഈസ്ട്രജൻ എന്നുള്ള പെണ്ണുങ്ങളുടെ ഒരു ഹോർമോൺ അവരുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു തുടങ്ങും. ആ സമയത്ത് തന്നെ അവരുടെ ഇതിനുള്ളിൽ ഈ താല്പര്യക്കുറവുകൾ കാണാനുള്ള ചാൻസസ് നന്നായിട്ടുണ്ട്. പിന്നെ ഒരു കാരണമാണ്, നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത്, കുട്ടിക്കാലത്ത് എന്തെങ്കിലും നമുക്കൊരു സെക്ഷൽ അസോൾട്ട്, ആരുടെങ്കിലും ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ഇത് നമുക്ക് സെക്ഷലി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഉള്ളിൽ ഒരു ട്രോമയായിട്ട് കിടക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു സെക്സ് എന്ന് പറയുന്നത് അന്നത്തെ ആ പേടി കയറിയതായിരിക്കും. ഇന്നും അവരുടെ മനസ്സിൽ നിന്ന് ആ പേടി പോയിട്ടുണ്ടാവില്ല. അപ്പോൾ എപ്പോഴും അവർക്ക് ഈ ലൈംഗികത എന്ന് പറയുമ്പോൾ അവർ ആ പേടിയോട് കൂടിയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക.
പിന്നെ ഒരു റീസണാണ് അമിതമായിട്ടുള്ള മരുന്നുകൾ ഉപയോഗിച്ച് സ്ത്രീകളിൽ ഇത് കാണാറുണ്ട്. അത് ലൈക്ക് ഈ ഒരു ഡിപ്രഷന്, മെൻ്റൽ കംപ്ലയിൻസിന്, മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക്, അസുഖങ്ങൾക്കൊക്കെ മരുന്നെടുത്ത ആളുകളിലൊക്കെയാണ് സാധാരണയായിട്ട് കാണാറുള്ളത്. പിന്നെ എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾ കാരണം, അവരുടെ ഗർഭപാത്ര സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ കാരണം ഗർഭപാത്രം ഇറങ്ങി വരിക, അതുപോലെ തന്നെ യോനി ഭാഗത്ത് ഭയങ്കര പുകച്ചില്, എരിച്ചില്, എന്തെങ്കിലും ഒരു കോച്ചിപ്പിടുത്തം, വജൈനിസ്മസ് പോലുള്ള അസുഖമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വരാറുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള മൂത്രത്തെ പഴുപ്പുള്ള സ്ത്രീകളിലും ഇതുപോലെ ഈ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഭയങ്കര വേദന ഉണ്ടാക്കും. അപ്പോൾ വേദന ഉണ്ടാക്കുന്ന സമയത്ത് അവർക്ക് അതുകൊണ്ട് തന്നെ അത് ആസ്വദിക്കാൻ കഴിയാതെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ലൈംഗികതയോട് താല്പര്യക്കുറവുകൾ കാണാറ്. ഇനി ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ദാമ്പത്യത്തിലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഭാര്യയ്ക്ക് ഈ ഒരു താല്പര്യക്കുറവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ തന്നെ അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞു തരാം. അതിലാദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു കണക്ഷൻ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവണം. നിങ്ങൾ തമ്മിലൊരു ആത്മബന്ധം ഉണ്ടാവണം. അത് ഇടയ്ക്കിടയ്ക്കുള്ള തല്ലുകൂടൽ അതൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യമില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും റൊമാൻറ്റിക് ആയിട്ടായിരിക്കുക. നിങ്ങൾ അത് തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ അയ്യേന്ന് പറയേണ്ട ഒരു സംഭവം ഒന്നല്ല. നിങ്ങൾ കാണിക്കുന്നത് നിങ്ങളുടെ ഭാര്യയുടെ അടുത്താണ്, നിങ്ങൾ ഭാര്യയാണെങ്കിൽ നിങ്ങൾ കാണിക്കുന്നത് നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്താണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ദാമ്പത്യ ബന്ധത്തിൽ എപ്പോഴും റൊമാൻറ്റിക് ആവാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ തമ്മിൽ നല്ല സംസാരങ്ങൾ ഉണ്ടാവുക. നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ഒരുപാട് സമയങ്ങൾ ചെലവഴിക്കുക. അത് വെറുതെ തല്ലുകൂടാൻ വേണ്ടി മാത്രമായിട്ടുള്ളതാവരുത്. പരസ്പര സ്നേഹം കൈമാറാൻ വേണ്ടിയിട്ടുള്ള സമയങ്ങൾ കണ്ടെത്തുക. പിന്നെ രണ്ടാമതായിട്ടുള്ളതാണ്, നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ടുള്ള റെസ്റ്റ് എടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അത് ശാരീരികപരമായിട്ടാണെങ്കിലും മാനസികപരമായിട്ടാണെങ്കിലും. എന്തെങ്കിലും ടെൻഷന് കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ മൈൻഡൊക്കെ ഫ്രീ ആക്കി വെക്കുക. നമ്മുടെ മനസ്സിലോട്ട് പല കാര്യങ്ങളും ഇങ്ങനെ ഓവർ തിങ്കിങ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് ദാമ്പത്യത്തിൽ നന്നായിട്ട് കാണിക്കും. അപ്പോൾ നമ്മുടെ മൈൻഡ് എപ്പോഴും നമ്മൾ ഫ്രീ ആക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ശാരീരികമായിട്ട് റെസ്റ്റ് എടുക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, നന്നായിട്ട് ഉറങ്ങുക. ഞാൻ മുന്നേ പറഞ്ഞു, ഒരു 8 മണിക്കൂറെങ്കിലും നിർബന്ധമായിട്ടും നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാകണം. കാരണം നിങ്ങൾക്ക് ഒരുപാട് വീട്ടുജോലികളുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെസ്റ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്തായിട്ടും ഉറപ്പുവരുത്തണം. പിന്നെ അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങൾ വീട്ടിലെ കുട്ടികൾ, ഭർത്താവ്, വീട്ടുകാരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയിരിക്കാതെ കുറച്ച് സമയം നിങ്ങൾക്കും കൂടെ കൊടുക്കുക. ഒരു മീ ടൈം നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം. ഇത് നിങ്ങൾ വെറുതെ നിങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നതൊന്നല്ല. നിങ്ങളിത് കൊടുക്കുന്നത് നിങ്ങളെ ഒരു കുടുംബത്തിനും കൂടെ വേണ്ടിയിട്ടാണ്. കാരണം ഒരു വീട്ടിൽ ഒരു സ്ത്രീ നല്ല എനർജറ്റിക് ആയിരുന്നാൽ മാത്രമേ ആ വീട് മൊത്തം എനർജറ്റിക് ആയിട്ടുള്ളൂ. നിങ്ങൾ എപ്പോഴും ഒരു ലോ എനർജി ആയിട്ട്, ഒരു സന്തോഷമില്ല, എപ്പോഴും സങ്കടമായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീട് മൊത്തത്തിൽ ആ ഒരു ഫീൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ നിങ്ങൾക്കുള്ള മീ ടൈം, നിങ്ങൾക്കുള്ള റെസ്റ്റ്, നിങ്ങൾക്കുള്ള ഈ സ്ലീപ്പ്, നിങ്ങളെ മൈൻഡ് ഫ്രീ ആക്കി വെക്കുക ഒക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ നിങ്ങളെ സ്വയം റീചാർജ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഈ എനർജി പാസ് ചെയ്യാൻ, നിങ്ങളുടെ ഈ ഉന്മേഷം പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ട ഭർത്താക്കന്മാരാണ്. നിങ്ങൾ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഡയറക്റ്റ്ലി ഇൻ്റർകോഴ്സിലോട്ട് പോകുന്നതിന് പകരം ഫോർപ്ലേക്ക് നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. കാരണം ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ അവൾ ആസ്വദിക്കുന്ന, സെക്സിൽ അവൾ ആസ്വദിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഫോർപ്ലേയുടെ ടൈമിലാണ്. കാരണം ആ സമയത്താണ് നിങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഫോർപ്ലേ എന്ന് പറയുന്നത് നിങ്ങൾ ബെഡ്റൂമിൽ കയറി കഴിഞ്ഞ് ഈ ഒരു സംഭവത്തിന് കയറുന്ന സമയത്ത് തുടങ്ങേണ്ട ഒരു സംഭവം മാത്രമൊന്നുമല്ല. നിങ്ങളത് അതിൻ്റെ മുന്നേ തന്നെ, രാവിലെ തൊട്ട് എന്ന് തന്നെ പറയാം, നിങ്ങൾ തമ്മിലുള്ള സംസാരങ്ങളും കെയറിങ് കാര്യങ്ങൾ, ഹഗ്ഗിങ് ഒക്കെ ആയിട്ട് ഫോർപ്ലേ എന്ന് പറയുന്നത് അതിൻ്റെ മുന്നേ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ആദ്യം നിങ്ങൾ അവരെ മനസ്സ് കീഴടക്കുക, എന്നിട്ട് നിങ്ങൾ അവരുടെ ശരീരം കീഴടക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവർ നിങ്ങൾക്ക് റെഡിയായി വരും. അതുപോലെ തന്നെ നിങ്ങൾ ബെഡ്റൂമിൽ നിങ്ങൾ എപ്പോഴും ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഭയങ്കരമായിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ്, ഇപ്പോൾ കുട്ടികളൊക്കെ കൂടെ കിടക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കുക. അത് നിങ്ങളുടെ മനസ്സ് ഡീവിയേറ്റ് ചെയ്യും. അത് ഭാര്യമാർക്കാണെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും ആ ഒരു ഇത്. അപ്പോൾ വലിയ കുട്ടികളായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുട്ടികളെ മാറ്റിക്കെടുക്കുക. അതുപോലെ തന്നെ ബെഡ്റൂമിൽ ഒരു ഫീൽ ഉണ്ടാക്കി വെക്കുക. ബെഡ്റൂമിൽ നല്ലൊരു വാം ലൈറ്റ്, അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ക്യാൻഡിൽ കത്തിച്ച് വെക്കുക, അതുപോലെ തന്നെ നല്ല സ്മെല്ല്, ഇതൊക്കെ നിങ്ങൾ ആ ഒരു ഫീലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ സ്ത്രീകൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക, ഭയങ്കരമായിട്ടുള്ള ഓവർ തിങ്കിങ് ഉള്ള ആൾക്കാരാണെങ്കിൽ, ഇപ്പോൾ ബെഡ്റൂമൊക്കെ കയറി കഴിഞ്ഞാൽ രാത്രിയിലെ പണിയൊക്കെ കഴിഞ്ഞ് ഒക്കെ കിച്ചണൊക്കെ ക്ലീൻ ആക്കി ബെഡ്റൂമിലേക്ക് കയറി കഴിഞ്ഞാലായിരിക്കും അവർ ആലോചിക്കുക, അയ്യോ ഗ്യാസ് ഓഫാക്കിയോ, ഇനിയിപ്പോൾ നാളെ രാവിലെ എന്താ ഉണ്ടാക്കുക, നാളെ എന്താ കറി ഉണ്ടാക്കുക, കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ എന്താ കൊണ്ടുപോവുക,
അതുമല്ലെങ്കിൽ ഡോറ് ശരിക്കും അടച്ചോ, ഈ ചിന്തകളൊക്കെ ഭയങ്കരമായിട്ടുള്ള ഓവർ തിങ്കിങ്ങിലോട് കൂടിയിട്ടായിരിക്കും അവർ ബെഡ്റൂമിലേക്ക് വരുന്നത്. ആ സംഭവങ്ങളൊക്കെ ബെഡ്റൂമിൽ വന്നു കഴിഞ്ഞാൽ അങ്ങ് ഒഴിവാക്കുക. കാരണം അവിടെ ബെഡ്റൂം എന്ന് പറയുമ്പോൾ വേറെ തന്നെ ഒരു അറ്റ്മോസ്ഫിയർ ആക്കി നിങ്ങൾ മാറ്റണം. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനത്തെ ഓവർ തിങ്കിങ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, മറ്റ് ചിന്തകളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ നന്നായിട്ട് ഒരു 5 സെക്കൻഡ്സ് നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അതുപോലെ തന്നെ ഒരു 5 സെക്കൻഡ്സ് നന്നായിട്ട് ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യാം. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആക്കി വെക്കുക. ഇനി അതുപോലെ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളുടെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സ്ത്രീകളിൽ ഈ താല്പര്യക്കുറവ് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഗർഭാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക. ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക. അതുപോലെ തന്നെ യോനി ഭാഗത്ത് ഡ്രൈനെസ് വരുന്ന ആളുകളാണ്, അത് കാരണം ഭയങ്കരമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് വേദന ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ലൂബ്രിക്കൻ്റ് യൂസ് ചെയ്യുക. സേഫ് ആയിട്ടുള്ള ഒരു ലൂബ്രിക്കൻ്റ് യൂസ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ യോനി ഭാഗം പല ആളുകളുണ്ട് സോപ്പ് വെച്ച് വാഷ് ചെയ്യും, അതുപോലെ തന്നെ വാഷ്, വജൈനൽ വാഷ് വെച്ചിട്ടൊക്കെ വാഷ് ചെയ്യും. അങ്ങനത്തെ ആളുകളാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. നമ്മുടെ യോനി ഭാഗം വാഷ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നോർമൽ വെള്ളം വെച്ചിട്ട് തന്നെ വാഷ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പ് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇൻഫെക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക. നല്ല ഹൈജീനിക്കായിട്ട് കൊണ്ടുപോവുക. പിന്നെ എന്തെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ട്, ഹോർമോണൽ ഇംബാലൻസിൻ്റെ ഭാഗമായിട്ടാണ് സ്ത്രീകളിൽ ഈ താല്പര്യക്കുറവ് എന്നുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റുകളും എടുക്കുക. ലൈക്ക് ഷുഗർ, അതുപോലെ തന്നെ തൈറോയിഡ്, അതുപോലെ ആർത്തവിരാമത്തിൻ്റെ സമയത്ത്, അതുപോലെ തന്നെ പ്രസവാനന്തരം ഒക്കെയുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കറക്റ്റായിട്ടുള്ള അവർക്കൊരു കൗൺസിലിംഗ് തെറാപ്പി, ഇപ്പോൾ പ്രസവം കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഒരു കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ മാറാവുന്ന പ്രശ്നങ്ങളുള്ളൂ. ആർത്തവിരാമത്തിൻ്റെ സമയത്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്തതിൽ കൂടുതൽ പ്രശ്നങ്ങൾ സ്ത്രീകളിൽ ആ സമയത്ത് ഉണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ ജീവിത ശൈലികളിൽ നന്നായിട്ട് മാറ്റങ്ങൾ വരുത്തുക. ഞാൻ മുന്നേ പറഞ്ഞ പോലെ നിങ്ങൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, നന്നായിട്ട് ഉറങ്ങുക, നല്ലോണം വെള്ളം കുടിക്കുക, നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്. എന്തെങ്കിലും ഒരു ഭക്ഷണം മറ്റുള്ളവർക്കൊക്കെ ഭക്ഷണം കൊടുത്ത് നിങ്ങൾ സ്ത്രീകളെ എന്തെങ്കിലുമൊക്കെ അങ്ങ് വരിച്ചു വാരി കഴിക്കുക, അങ്ങനെയല്ല. നിങ്ങൾക്കും കറക്റ്റായിട്ടുള്ള പോഷകങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ശരീരത്തിൽ രക്തം കൂടുന്ന ഭക്ഷണങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, ദിവസവും മുട്ട, മീൻ, ഇറച്ചി പോലുള്ള ഭക്ഷണങ്ങളൊക്കെ നിർബന്ധമായിട്ടും നിങ്ങൾ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എക്സസൈസ്. എക്സസൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്ത്രീകൾ ചെയ്യേണ്ടത് കീഗിൾസ് എക്സസൈസാണ്. കീഗിൾസ് എക്സസൈസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഭാഗത്ത്, യോനി ഭാഗത്ത് അതിന് ചുറ്റിലുള്ള മസിൽസ് ഒക്കെ സ്ട്രെങ്ത് ആവാനും, നിങ്ങൾക്ക് യോനിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, ഗർഭാശയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, അതുപോലെ മൂത്രം ഇടയ്ക്കിടയ്ക്ക് പോകുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാൻ ഈ കീഗിൾസ് എക്സസൈസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സ്ത്രീകളാണ് നിങ്ങളെങ്കിൽ ഇനി ഒരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. ഈ ഒരു ലൈംഗികത എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഇനി വേണ്ട എന്ന് കരുതി പോകാനുള്ളൊരു സംഭവം മാത്രമൊന്നുമല്ല. അത് നിങ്ങൾക്ക് ലൈഫിലുടനീളം നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ളൊരു സംഭവമാണ്. അപ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള സമയത്ത് ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക, മാറ്റിയെടുക്കുക. നമ്മളിവിടെ നമ്മുടെ OPയിൽ ഇതുപോലത്തെ പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡായിട്ട് ചോദിച്ചറിഞ്ഞ് അതിൻ്റെ മൂല കാരണങ്ങൾ മനസ്സിലാക്കി ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി രോഗനിർണയം നടത്തി, അതുപോലെ ഒരു യൂറോപ്യൻ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി മരുന്ന് നിർണയം നടത്തി ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഹോമിയോ മരുന്നുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഡോക്ടർ നിതാഷ മുഹമ്മദ്, ഡോക്ടർ ബാസിൽ ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മലപ്പുറം ജില്ല, പാണ്ടിക്കാട്, കോഴിക്കോട്, നടക്കാവ്.